കഴിഞ്ഞ ദിവസം മലയാളികളെ മുഴുവൻ വേദനിപ്പിച്ച ആ വാർത്ത പുറത്തു വന്നു. സലീം കുമാർ നമ്മളെ വിട്ട് വിട പറഞ്ഞ് പോയിരിക്കുകയാണ്. ദിലീപുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്ന സലീം കുമാറിന് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേര് ഉയർന്നു വന്നപ്പോൾ ജനങ്ങളിൽ നിന്നല്ല, സലീം കുമാറിൽ നിന്ന് വരെ മറുപടി വന്നിട്ടുണ്ടായിരുന്നു. കോടതിയാണ് വിധി പറയേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. സലീമെ എന്ന് ദിലീപ് വിളിച്ചാലും ഏതാവശ്യത്തിനും ഓടിയെത്തും. സലീമിന്റെ വിയോഗം അടുത്തറിഞ്ഞ് ആശുപത്രിയിലേക്ക് ആദ്യം ഓടിയെത്തിയതും ദിലീപ് തന്നെയായിരുന്നു. മക്കളെ ആശ്വസിപ്പിക്കാനും മറ്റു കാര്യങ്ങൾ മാനേജ് ചെയ്യാനും ഒക്കെ അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു. സലീമും ദിലീപും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചൊന്നും തന്നെ പറയേണ്ടതില്ല. കേസിൽപ്പെട്ട സമയത്തെല്ലാം സലീം കുമാർ ആവശ്യപ്പെട്ട കാര്യത്തെക്കുറിച്ചുമൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് സജി നന്ദ്യാട്ട്. സജിയേട്ടാ, ഇത് ഞാനാ സലീം കുമാർ. ദിലീപ് കുറ്റാരോപിതനായി ജയിലിൽ കഴിയുന്ന വേളയിൽ സലീം കുമാർ ഒരു ദിവസം രാവിലെ നേരിട്ട് എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഞാനും സലീം കുമാറും തമ്മിൽ അന്ന് വളരെ നല്ല അടുപ്പം സൗഹൃദം ഉണ്ടായിരുന്നില്ല. ഫോൺ സംഭാഷണങ്ങൾ ആദ്യം സലീം കുമാർ പറഞ്ഞത്, ദിലീപിന് ഒത്തിരി സൗഹൃദങ്ങളും അടുപ്പക്കാരും ഉണ്ടെങ്കിലും ഒരു ബന്ധമില്ലാത്ത സജിയേട്ടൻ ദിലീപിന് വേണ്ടി ചാനൽ ചർച്ചകളിൽ വാദിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളോട് എനിക്ക് ഇഷ്ടം തോന്നി. ധൈര്യം സമ്മതിക്കുന്നു, ദിലീപ് ഇങ്ങനെയൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദിലീപിനെ ചതിച്ചതാണ്. ദിലീപിനെ സപ്പോർട്ട് ചെയ്തു സംസാരിക്കുന്നതുകൊണ്ടും സമൂഹം സജിയേട്ടനെ പല രീതിയിലും അപകീർത്തിപ്പെടുക്കാൻ കണ്ടുവരുന്നു. ദിലീപുമായി ഒരു ബന്ധവുമില്ലാത്ത നിങ്ങൾ ഇങ്ങനെ സന്ദർഭത്തിൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്യാൻ മറന്നിട്ടില്ലെന്ന് കണ്ടപ്പോഴും അത്ഭുതവും സന്തോഷവും തോന്നി. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളെല്ലാം തന്നെ ഒരുപാട് മനുഷ്യർക്ക് വേണ്ടിയും സലീം കുമാർ പ്രവർത്തിച്ചിട്ടുണ്ട്. തനിക്ക് വേണ്ടിയല്ലാതെ തൻ്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി നല്ലത് നടക്കാൻ വേണ്ടി സലീം കുമാർ പറഞ്ഞ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴി ഇന്ന് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൽ വലിയ രൂപത്തിലുള്ള ഒരു ബാധ്യത തൻ്റെ പേരിലുണ്ട് എന്നും അത് മറ്റുള്ളവർക്ക് വേണ്ടി താൻ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സലീം കുമാർ. മലയാളത്തിൻ്റെ വലിയൊരു പ്രതിഭ തന്നെയാണ് മലയാളികൾക്ക് നഷ്ടപ്പെട്ടത്. സലീം കുമാറിൻ്റെ വിയോഗത്തിൽ മലയാളികളും കേരള ജനതയും സമൂഹ മാധ്യമങ്ങളിലും എല്ലാം തന്നെ വലിയ രൂപത്തിൽ സങ്കടങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. നിങ്ങൾക്ക് സലീം കുമാറിനെ ഇഷ്ടമായിരുന്നില്ല എന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.